ഹലോ മക്കളെ, സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ മലയാളം ഫസ്റ്റിലെ ചില പാഠഭാഗങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ, ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ്, പറഞ്ഞു തരാനാണ് ടീച്ചർ വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. നമുക്കറിയാം ആരെക്കുറിച്ചാണ് അരുവിപ്പുറം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ആളെ മനസ്സിലായിട്ടുണ്ട്. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏത് പാഠഭാഗമാണ്, ആരെക്കുറിച്ചുള്ള പാഠഭാഗമാണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പാഠഭാഗമാണ്. പി.കെ. ഗോപാലകൃഷ്ണൻ രചിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം എന്ന് പറയുന്ന പാഠഭാഗം. ആരാണ് ശ്രീനാരായണ ഗുരു എന്നാണ് ബേസിക് ആയിട്ട് നമ്മൾ ഈ പാഠഭാഗത്തിന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അല്ലെ. നമ്മുടെ എന്താ പറയാ, സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെ, അങ്ങനെ നവോത്ഥാന നായകൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആരാണ് ശ്രീനാരായണ ഗുരു? ചിലർ പ്രാർത്ഥിക്കാറുണ്ട്, ചിലർ അദ്ദേഹത്തിന്റെ ദർശനത്തെ കാണാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. അപ്പൊ എല്ലാ ജാതിയും എല്ലാ മതവും അല്ലെ, എല്ലാവരും ഒന്നാണ്. മനുഷ്യജാതി എന്ന് പറയുന്ന ആദ്യത്തെ അല്ലെ, എന്താ പറയാ, നമ്മുടെ മനുഷ്യത്വത്തെ കുറിച്ചുള്ള ആദ്യത്തെ കാഴ്ചപ്പാടുകൾ, കേരളത്തിലുള്ള ആളുകളെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥൻ എന്നൊക്കെ നമ്മൾ ആരെക്കുറിച്ച് പറയാറുണ്ട്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ട് 1856 ചെമ്പഴന്തിയിൽ ആര് ജനിച്ചിരിക്കുന്നത്? ശ്രീനാരായണ ഗുരു ജനിച്ചിരിക്കുന്നത്. സമൂഹത്തിലെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അതായത് മനുഷ്യരെ തമ്മിൽ തന്നെ എന്തായിരുന്നു, തൊടാനും തീണ്ടാനും കണ്ണിന്റെ മുമ്പിൽ പോലും വന്നു നിൽക്കാൻ പാടില്ലാത്ത അല്ലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, താഴേക്കിടയിലേക്കുള്ള മനുഷ്യരായി പോലും പരിഗണിക്കാതെ അല്ലെ, റോട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്ത ഒരുപാട് വൃത്തികെട്ട രീതികൾ ഇവിടെ ഉണ്ടായിരുന്നു, കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ എതിരെ വളരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഒരാളായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു അല്ലെ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ അദ്ദേഹത്തെ അല്ലെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയിരിക്കുന്ന കൃതിയാണ് ഇത് നമ്മുടെ പാഠഭാഗം. മനുഷ്യജാതി എന്ന് പറയുന്ന വിശ്വവിശാലമായിട്ടുള്ള ആശയത്തെ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസങ്ങളെയും മൂഢാചാരങ്ങളെയും എതിർത്ത് വിപ്ലവം സൃഷ്ടിച്ച ഉൽപ്പതിഷ്ണു എന്നൊക്കെ പറയും അല്ലെ. എല്ലാ മതനദികളും ചെന്ന് ചേരുന്ന മഹാൻ സമുദ്രത്തെ കുറിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ മതത്തെ കുറിച്ചല്ല, എല്ലാം വന്നു ചേരുന്ന അല്ലെ ആ മാനവികത, എല്ലാം ഒന്നായി ഒഴുകുന്ന ഒരു വിശ്വമാനവികതയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേരളത്തെ ജാതി പാതാളത്തിൽ നിന്നും ഉയർത്തി ഭ്രാന്തഭാവം അല്ലെ അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര്യ? ശ്രീനാരായണ ഗുരു അല്ലെ. ജാതിക്കെതിരെ പ്രവർത്തിച്ചു, കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ചു, അറിവും പ്രയോഗവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രായോഗിക വേദാന്തത്തിന് പ്രാധാന്യം നൽകി ജ്ഞാന തപസ്സിൽ മുഴുകിയിരിക്കുന്ന ഒരാളല്ല ശ്രീനാരായണ ഗുരു അല്ലെ. അദ്ദേഹം ഭക്തിക്കല്ല പ്രാധാന്യം നൽകിയത്, എന്തിനാണ്? അറിവിനെയാണ് അല്ലെ. അന്ധവിശ്വാസങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്തിനു പ്രാധാന്യം നൽകിയ? അറിവിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുപോലെ വിഗ്രഹ ആരാധന അല്ലെ, അമ്പലങ്ങളല്ല വേണ്ടത്, എന്താ വേണ്ടത്? ആരാധനാലയങ്ങളല്ല വേണ്ടത്, പകരം വേണ്ടത് എന്താണ്? വിദ്യാലയങ്ങളാണ് അല്ലെ. കുട്ടികൾക്ക് വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് അല്ലെ. തൊഴിൽ മേഖലകളാണ്, വ്യവസായ കേന്ദ്രങ്ങളാണ് വേണ്ടത് അല്ലെ. ഇതിന്റെയൊക്കെ സ്ഥാനത്ത് നമുക്ക് അത്തരം കാര്യങ്ങൾ വേണം, ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മഹാനായിട്ടുള്ള മനുഷ്യനായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അദ്ദേഹം അല്ലെ പി.കെ. ഗോപാലകൃഷ്ണൻ രചിച്ച ഏത് കൃതിയാണ്? വിശ്വമാനവികതയുടെ അല്ലെ, ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം അല്ലെ. ഒരാള് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതുന്നതിനാണ് ജീവചരിത്രം എന്ന് പറയാ. ആത്മകഥ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരാൾ അയാളുടെ കഥ എഴുതുന്ന ആത്മകഥ, ഒരാള് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് എഴുതാണ് ജീവചരിത്രം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ജീവചരിത്രത്തിന്റെ ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്ന പാഠഭാഗം. അധകൃത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനവും ആരാധനയും ഒക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലെ ഒരു സാമൂഹിക വിപ്ലവം തന്നെയായിരുന്നു. അതായത് സാധാരണക്കാരായ ആളുകളെ ചേർത്ത് നിർത്താൻ, സംഘടിപ്പിക്കാൻ അതേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? അരുവിപ്പുറത്ത് ഒരു പ്രതിഷ്ഠ നടത്തുകയാണ് കേട്ടോ. സാധാരണക്കാരായിട്ടുള്ള താഴേക്കിടയിലേക്കുള്ള ജനങ്ങൾ അല്ലെ, അവർക്ക് എന്ത് ചെയ്തിരുന്നില്ല, ക്ഷേത്രത്തിലൊന്നും കയറാൻ പറ്റൂല. അപ്പൊ അവരൊന്നും സംഘടിപ്പിക്കണം. അപ്പൊ അതിനാകെ അതേ വഴി ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ അതിന് അദ്ദേഹം എന്ത് ചെയ്തു? അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടക്കുകയാണ് അല്ലെ. ആ സ്ഥലത്ത് ഒരു ശ്രീകോവിലും ഗുരുവിന് താമസിക്കാൻ ഒരു പർണശാലയും ഉണ്ടായിരുന്നു. മഠത്തിന്റെ ചുമരിൽ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയ കൈപ്പാടുകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഒരു ശിവനെ അല്ലെ ഒരു കല്ലെടുത്ത് വെക്കുകയാണ്. അപ്പോ ദേഷ്യം പിടിച്ച ആളുകളൊക്കെ വരുന്നു അല്ലെ, ഉയർന്ന സമുദായത്തിൽ ആണ് എന്ന് കരുതപ്പെടുന്ന ആളുകളൊക്കെ വരികയാണ്, പറയപ്പെടുന്ന ആളുകൾ. അപ്പൊ അവര് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളെ ശിവനെ തോട്ടത്തിലെ ഏതൊരു ഈഴവ ശിവനാണ് അല്ലെ. അപ്പൊ പിന്നെ മറുപടി പറയാനുണ്ടോ? ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ഇതിൽ നിങ്ങൾക്ക് കാര്യമില്ല എന്ന് ആര് പറയുന്നു? നാരായണ ഗുരു പറയാണ് കേട്ടോ.
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് അല്ലെ, എഴുതിയിരിക്കുന്നതാണ് അതില് എന്ന വരികൾ ഗുരു മുന്നോട്ട് വെച്ച മാനവികതയുടെ ഉയർന്ന ചിന്തകളാണ് എന്ത് ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുന്നത് കേട്ടോ. ഗുരുവിന്റെ ഈ സന്ദേശത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഗുരുവും CV കുഞ്ഞിരാമവും തമ്മിൽ നടത്തിയ സംഭാഷണം ആധുനിക ഭാരതത്തെ കുറിച്ചുള്ള ഗുരുദർശനം എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിഷ്ഠ നടന്നതിന്റെ തൊട്ടടുത്ത വർഷം അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷവേളയിൽ നടന്ന സംഭവത്തിലൂടെ ജാതി സങ്കല്പത്തിന്റെ നിരർത്ഥകതയാണ് എന്ത് ചെയ്യുന്നത്, ഗുരു ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് ഇത് ശ്രീനാരായണ ഗുരുവിന്റെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിന്റെ ചിന്തകള് അല്ലെ ഒക്കെ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മള് ഒരു essay ഒക്കെയാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് എഴുതുന്നെങ്കിൽ നാരായണ ഗുരുവിനെ കുറിച്ച് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ ചില ചോദ്യങ്ങളാണ്. ഇവരെ വേർതിരിച്ചിരുത്തണമെന്നോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു. ടീച്ചർ പറഞ്ഞ ആ പ്രതിഷ്ഠയുടെ അനുബന്ധമായിട്ടല്ലേ ആ ശിവരാത്രി മഹോത്സവത്തിൽ നടന്നൊരു സംഭവമാണ്. എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് മറ്റുള്ളവരും നമ്മൾ സമന്മാരാണെന്ന് തോന്നൽ ഉണ്ടാക്കിക്കൂടാ അല്ലെ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ മാറ്റി നിർത്തേണ്ട ആവശ്യം എന്താണ്? ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറയാനിടയായ അന്നത്തെ സാമൂഹ്യ സാഹചര്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വിവേചനങ്ങൾക്കെതിരെ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. കുട്ടികളെ ചേർത്തിരുത്തുന്നതിലൂടെ ജാതിയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. ഗുരുദർശനത്തിൽ ഉൾക്കൊള്ളുന്ന മാനവികത, മനുഷ്യന് ഒരു ജാതിയുള്ളൂ, അത് മനുഷ്യജാതിയാണെന്ന ഗുരുവിന്റെ കാഴ്ചപ്പാടുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് വ്യക്തമാണ്. അപ്പൊ അവര് നമ്മളുടെ അടുത്തിരുന്നാൽ എന്താ കുഴപ്പം, നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോഴല്ലേ അത് കുറച്ചുകൂടെ മനോഹരമാവുന്നത് എന്ന് ഉപമകളിലൂടെ അല്ലെ. അപ്പൊ ജാതിയെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞൊരു ഉപമയാണ്. ഒരു നായയ്ക്ക് അല്ലെങ്കിൽ ഒരു പട്ടിക്ക് മറ്റൊരു പട്ടീനെ കണ്ടാൽ അത് പട്ടിയാണെന്ന് അറിയാം, പക്ഷെ മനുഷ്യന് മാത്രമാണ് അത് കൺഫ്യൂഷൻ ഉള്ളത്. കാരണം മനുഷ്യനെ കാണുമ്പോൾ, പട്ടീനെ കാണുമ്പോൾ അല്ല, വേറൊരു മനുഷ്യനെ കാണുമ്പോൾ ഇയാൾ ഏത് ജാതിയാണ്, നായർ, തീയർ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ അല്ലെ, അങ്ങനെ അയാൾ ആലോചിക്കും വേറെ ഏത് ജാതിയാണ് ഇയാളെന്ന്. മനുഷ്യജാതിയാണെന്ന് അയാൾക്ക് അങ്ങനെ തിരിച്ചറിയില്ല അല്ലെ. അപ്പൊ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാനവികത, ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ആര്, ശ്രീനാരായണ ഗുരു എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ പാഠഭാഗം. എസ്സേകൾ ചോദിക്കും. പാഠം വായിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇതുവരെ വായിച്ചിട്ടില്ല, കംപ്ലീറ്റ് ആവാത്തവർക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് പരീക്ഷയുടെ മുമ്പ് നിർബന്ധമായിട്ട് എല്ലാ പാഠഭാഗങ്ങളും ഒരിക്കൽ കൂടെ എന്ത് ചെയ്യണം, വായിക്കണേ. പാഠം വായിക്കാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോകരുത്. പിന്നെ നമുക്ക് മാരത്തോൺ ലൈവുകളൊക്കെ ഉണ്ട്, ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങള്. പ്രീവിയസ് ഇയർ ചോദ്യമൊന്നും നമുക്ക് പറയാനില്ല അല്ലെ, പക്ഷെ നമുക്ക് ചോദിക്കും അല്ലെ. നാരായണ ഇപ്പൊ ഒരു പാഠം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാലോ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക, എന്താണ് അതിൽ ഇമ്പോർട്ടന്റ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരം ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. പ്രതീക്ഷിക്കാം നമുക്ക് നാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക, ടെൻഷൻ ഒന്നും വേണ്ട, നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ എന്താണ്, ഓൾ ദ ബെസ്റ്റ്.